അനിൽ, ഈ പൊതുവെ ചരിത്രത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമ ഭീകരതകളിലും എല്ലാം പറയാറുണ്ട്, നമ്മളെ ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിമർശിക്കാത്തത് അവരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ഒരു കാര്യം പറയാറുണ്ട്. അതല്ലാതെ വിമർശനം ഏക്കുന്നവരല്ല, യഥാർത്ഥ ഭരണാധികാരികളല്ല നമ്മളെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണാധികാരികളുടെ പുറകിലിരിക്കുന്ന വിമർശിക്കുവാൻ മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഭയക്കുന്ന ആളുകളാണ് എന്ന് പറയാറുണ്ട്. ഈ കൊലപാതകം സത്യത്തിൽ വിരൽ ചൂണ്ടുന്നത് ആ സത്യത്തിലേക്ക് കൂടിയാണ്. ഈ കൊലപാതകം പറയുന്നത് ഇത് ഭയക്കേണ്ട പലരും ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അനിതമ്പേര് പറഞ്ഞല്ലോ, ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ആരാണ് ആസൂത്രണം ചെയ്തത് എന്ന കാര്യത്തിലാണ് സംശയം. ഇവിടെ 4 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ കൊലപാതകത്തിലെ ആസൂത്രണം, അത് ആരാണ് ചെയ്തത്. ഒന്ന്, കൊലയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണ്, എത്തരത്തിലുള്ള ആസൂത്രണമാണ് നടന്നത്. 2, അന്വേഷണം എന്തുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സൂചനകൾ നൽകുന്ന രീതിയിലുള്ള അന്വേഷണമായി പോയി എന്നുള്ളത്. ഇപ്പോൾ അവസാനമായി കോടതിയിൽ നിന്നും രേഖകൾ മാറുന്നു. ഈ 4 കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കൊലപാതകത്തിൽ പലർക്കും പലതും മറച്ചു വെക്കാനുണ്ട് എന്ന്. ഞാൻ ആദ്യത്തെ കാര്യം പറയട്ടെ. ആസൂത്രിത കൊലപാതകമാണ് എന്ന് പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്. നമുക്കറിയാം, ഈ വിദ്യാർത്ഥി അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അഭിമന്യു സ്വന്തം വീട്ടിലായിരുന്നു. അതെ, രാത്രി 8 മണിക്കോ മറ്റോ 7 മണിക്കോ 6 മണിക്കോ മറ്റോ സ്വന്തം ബസ് യാത്ര സൗകര്യമില്ലാത്ത ആ സ്ഥലത്തേക്ക് ഒരു വ്യക്തി, ഒരു SFIയുടെ നേതാവ് ഏതാണ്ട് 10 പ്രാവശ്യം വിളിച്ച് നിർബന്ധിച്ചിട്ടാണ് അന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് ലോറിയിൽ കയറി ഈ പാവം മനുഷ്യൻ, ഈ അഭിമന്യു എന്ന വിദ്യാർത്ഥി ഈ എറണാകുളത്തേക്ക് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വന്തം പാർട്ടിയിലെ നേതാവ് അല്ലെങ്കിൽ സുഹൃത്ത്, ഇപ്പോൾ ഈ സിദ്ധാർത്ഥനെയൊക്കെ കൊന്നതുപോലെ തന്നെ ഒരു സുഹൃത്ത് ചതിക്കപ്പെട്ട് 8 പ്രാവശ്യം വിളിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ SFIക്ക് മഹാരാജാസിന് വേറെ ആളില്ലേ? അഭിമന്യു മാത്രമാണോ ഉള്ളത്? ഏതാണ്ട് 2000-3000 പേരുടെ പ്രകടനം നടത്താറുണ്ടല്ലോ ഇവർ SFIക്കാർ മഹാരാജ് കോളേജിൽ മാത്രം. അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനല്ല, മറിച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി ഇദ്ദേഹത്തെ കിലക്കി കൊടുക്കുവാൻ വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫോൺ കോളുകൾ ഇവിടെ സാക്ഷികളായാലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു വന്ന് പോകണ്ട എന്ന്, രാത്രിയായില്ലേ ബസ്സില്ലേ, ഇല്ല ഇത്ര പ്രാവശ്യം വിളിക്കുന്നു എനിക്ക് പോകണമെന്ന് പറഞ്ഞാണ് ആ അഭിമന്യുവിനൊക്കെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആസൂത്രിത കൊലപാതകമാണെങ്കിൽ ആരാണ് അഭിമന്യുവിനെ ഈ എറണാകുളത്തേക്ക് എത്തിക്കുവാനായിട്ട് നിർബന്ധിച്ചതും ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതും? ഇത് തൊട്ട് അന്വേഷണം നടക്കണം. നിർഭാഗ്യവശാൽ അന്വേഷിച്ചിട്ടില്ല. ഈ വിളിച്ച ആളെ പ്രതി ചേർത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ആൾ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല, മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥിയല്ല. ചെറിയ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന വിഷയത്തിൽ മറ്റ് കോളേജിൽ പഠിക്കുന്ന, ലോ കോളേജിൽ പഠിക്കുന്ന ഒരാൾ അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന വിഷയത്തിൽ ഒരാളെ കൊല്ലുവാൻ പുറത്തുനിന്ന് കൊട്ടേഷൻ സംഘത്തെ വിളിച്ചുകൊണ്ടേ നിർത്തും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല കേരളത്തിലെ ആളുകൾ. അത് നമുക്കറിയാം. വെറും വിദ്യാർത്ഥിയല്ല, നിയമ വിദ്യാർത്ഥിയായിരുന്ന PFIയുടെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തത്തോടെ ഈ കൊലപാതകികളെ, ഗുണ്ടകളെ, ഒരൊറ്റക്കുത്തിന് മനുഷ്യജീവൻ എടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള കൊലപാതകികളെ അവിടെ കൊണ്ടുവന്നത് എന്ന് പോലീസ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അംഗീകരിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊലപാതകികളെ പുറത്ത് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാലയത്തിൻ്റെ മുന്നിലേക്ക് തങ്ങളുടെ പാർട്ടി ആവശ്യപ്പെടുന്ന ആളെ തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുമായിരുന്നു എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് കൊലപാതകം നടത്തിയത് PFI ആണ്, ക്യാമ്പസ് ഫ്രണ്ട് ആണെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അന്നത്തെ തന്നെ ചർച്ചകളിൽ ആ കാര്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ അഭിമന്യുവിനെ മാത്രം ഇങ്ങനെ തൂക്കിയെടുത്തതെന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഡീറ്റെയിൽ ഇടുന്നുണ്ട്, നമ്മൾ ചർച്ചയിൽ കണ്ടതാണ്.
അഭിമന്യു കുറച്ച് കാലങ്ങളായി SFIക്കെതിരെ അല്ലെങ്കിൽ SFIയിലെ ചില ആളുകൾക്കെതിരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് അഭിമന്യു പറഞ്ഞതായിട്ട് ഫേസ്ബുക്കിലെല്ലാം നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പേരൊന്നും പറയാൻ RSSന്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കൾക്കിട്ടും നന്നായി തള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഞാനിപ്പോൾ അനിൽ നമ്പ്യാരുടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവിടെ എല്ലാവരുടെ കയ്യിലും റൈറ്റ് തിങ്കേഴ്സ് എന്ന ഫോറത്തിൽ അത് വന്നതാണ്. അതിനുശേഷം 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒരു വിഭാഗത്തിനെതിരായിട്ടുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളെയും നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുവാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയും ആ ദിവസം തന്നെ അഭിമന്യു ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുകയും നടത്തിയതിൻ്റെ പുറകിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഇത് വെറും ആരോപണം ഞാൻ ഉന്നയിക്കുന്നതല്ല. സംസ്ഥാനത്തെ പ്രഗത്ഭയായ DYFIയുടെ ഒരു മുൻകാല നേതാവ്, അവര് MLA ജോൺ ഫെർണാണ്ടസ് MLAയുടെ ഭാര്യ ശ്രീമതി ജെസ്സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ആ കാലഘട്ടത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ജെസ്സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ കൊലപാതകം നടത്തിയ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലുമുള്ള CPM നേതാക്കളാണ്. അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊന്നുകൂടി വ്യക്തമായിട്ട് എഴുതിയിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്തും വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും എന്നോട് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ആളുകളാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് വ്യാപകമായ ഇതുണ്ടായിരിക്കുന്നു. ഒരു CPMന്റെ കൗൺസിലർ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അയാൾ SDPIയുടെ ചാരനാണ്. അയാൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം വരുന്നു. ഇത്തരത്തിലുള്ള വലിയ തുക കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ പാർട്ടികളെ നിയന്ത്രിക്കുന്നു, അത്തരത്തേക്ക് നുഴഞ്ഞു കയറിക്കുന്നു എന്ന് MLAയുടെ ഭാര്യയും മുൻകാല DYFI നേതാവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വാർത്തകൾ വന്നപ്പോൾ അത് മുക്കി ഈ സംസ്ഥാനത്തെ സീനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇടപെട്ടിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി. പക്ഷേ ഇന്നും എല്ലാവരുടെയും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് CPMലെ MLAയുടെ ഭാര്യയും മുൻ DYFI നേതാവുമായ ജെസ്സി തന്നെ പറയുന്നു, ഈ കൊലപാതകികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും SDPI നേതാക്കളെല്ലാം മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ്, കൗൺസിലർ തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെയാണ് അഭിമന്യുവിനെ കൊന്നത്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് SFIയുടെ കൊലക്കത്തിക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തത് ഇവിടുത്തെ CPMന്റെ നേതാക്കളെന്നാണ്. ഇനി പറയുക, എങ്ങനെയാണ് ഈ കേസ് നടക്കുക? എങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെടും? ഈ കേസ് തെളിയിക്കപ്പെടാൻ ഒരു കാര്യമില്ല. അതിനുശേഷമാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അഭിമന്യുവിൻ്റെ അടുത്ത സുഹൃത്തും അഭിമന്യുവിൻ്റെ ഒരു മെന്ററും പോലെ നടന്നിരുന്ന, അവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിരുന്ന സൈമൺ ബ്രിട്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റി. ഈ അന്വേഷണത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് സൈമൺ ബ്രിട്ടോ പറഞ്ഞു. BJP നേതാവല്ലല്ലോ പറഞ്ഞേ. അന്വേഷണത്തിന് പിടിക്കുവാനായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ 3 വർഷം കഴിഞ്ഞിട്ടാണ് പലരും കീഴടങ്ങിയത്. അന്വേഷണം കൃത്യമായിട്ട് നടന്നിട്ടില്ല, കത്തി ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു കേസ് നടത്തിപ്പിൽ തന്നെ, കേസിന്റെ അന്വേഷണത്തിൽ തന്നെ കാര്യമായ രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പോൾ സൈമൺ ബ്രിട്ടോ തന്നെ പറയുന്നു ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താ? അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് അന്വേഷിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അഭിമന്യുവിൻ്റെ കൊലപാതകവും ഇത്രയേറെ സോഷ്യൽ മീഡിയയിലും ചർച്ച നടത്തിയ ഒരു കൊലപാതകം നടന്നിട്ട് SFI എവിടെയെങ്കിലും സോളിഡാരിറ്റിയുടെയോ PFIയുടെയോ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയോ ഒരു ആളെങ്കിലും ആക്രമിച്ചോ? ഒരാളെങ്കിലും ആക്രമിച്ചോ? അടിയുണ്ടായോ? ഒരു ഓഫീസ് ആക്രമിച്ചോ? ഒന്നും ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞു വർഗീയത തുലയട്ടെ, സ്ട്രെയിറ്റ് ആയിട്ട് SDPയുടെയോ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയോ പേര് പറയാൻ പോലും SFIയുടെ മുട്ടടിക്കുന്ന രീതിയിൽ, അവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ സംസ്ഥാനത്തെ CPMനെ മുഴുവൻ ഈ തീവ്രവാദി സംഘടന അമർച്ച ചെയ്തിരിക്കുന്നു, നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. CPMനെ നിയന്ത്രിക്കുന്നത് ഇന്ന് CPM പോളിറ്റ് ബ്യൂറോയോ അവരുടെ CCO അല്ല, അവരുടെ പോളിറ്റ് ബ്യൂറോ എന്ന് SDPI ആണ്. SDPI നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ചെയ്യുവാൻ മാത്രമുള്ള കൂലിപ്പടയാളികളായി സംസ്ഥാനത്തെ SFI DYFI നേതാക്കളും CPMന്റെ അനുയായികളും മാറിയിരിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ സംസ്ഥാനത്ത് അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്നിട്ട് പേരിനു വേണ്ടിയെങ്കിലും SDPI ആണ്, ക്യാമ്പസ് ഫ്രണ്ടാണ്, തീവ്രവാദികളാണ്, ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടന ശക്തികളാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയാൻ CPMന്റെ ഒരു നേതാവിനും ധൈര്യം വന്നില്ല. ഭയന്നിട്ട് മുട്ടടിക്കുകയായിരുന്നു കേരളത്തിലെയും എറണാകുളത്തിലെയും നേതാക്കൾ. ചോദ്യം ചെയ്യപ്പെടുന്നില്ല.
അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറില്ല. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റുമെങ്കിൽ അതിനെതിരെയും RSSന്റെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ചുമരെഴുത്തുകളാണ് ഇന്നും മഹാരാജാസിലെ ഈ പറയുന്ന അഭിമന്യുവിന്റെ പേരിലുള്ളത്. സ്വന്തം സുഹൃത്തിനെ, സ്വന്തം സഹോദരനെ, സ്വന്തം സഖാവിനെ കൊന്ന ആളുകൾ ആരാണെന്ന് കാണിക്കാൻ പോലും ഭയമുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞത്, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആർക്കെതിരെയാണ് പറയാൻ ഭയക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാവും നിങ്ങളെ ആരാണ് ഭരിക്കുന്നതെന്ന്. അതുകൊണ്ട് CPMനെയും SFIയെയും DYFIയെയും ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഇവിടെ ഒരു തീവ്രവാദ സംഘടനയാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്നും ഇത് പോകുന്നത്. കോടതിയിൽ നിന്ന് പോകുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. കോടതിയെയും നിയന്ത്രിച്ചിരിക്കുന്നു ഈ തീവ്രവാദികൾ. ഈ തീവ്രവാദികൾ കോടതിയെ നിയന്ത്രിച്ചിരിക്കുന്നു, കോടതിയിലും കയറി പറ്റിയിരിക്കുന്നു. നമുക്കറിയാം, പച്ച വെളിച്ചമെന്ന് പോലെയുള്ള പോലീസിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് തന്നെ RSS BJP നേതാക്കളുടെ മുഴുവൻ ഡീറ്റെയിലും 256 മെയിൽ പേരടക്കം, മെയിൽ അഡ്രസ് അടക്കം എല്ലാ ഡീറ്റെയിലും ഇവിടെ സംസ്ഥാനത്ത് നിന്ന് കളവ് പോയിട്ട് പിടിക്കപ്പെട്ടത് ആ കേന്ദ്രത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരാളെ പുറത്താക്കിയിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുത്തു, ആ പോലീസ് ഓഫീസറെ. ഇത് സൂചിപ്പിക്കുന്ന എന്താ? ഈ ഭരണകൂടം നിയന്ത്രിക്കുന്നത് ഇസ്ലാമിസ്റ്റ് ശക്തികളാണ്, തീവ്രവാദികളാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നിയന്ത്രിക്കുന്നു, ഇപ്പൊ ഇതാ കോടതിയും നിയന്ത്രിക്കുന്നു എന്ന ഗതികേടിലെത്തിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും കളപോകുന്നു. ഒരുപക്ഷെ എന്റെ കോപ്പികളൊക്കെ വന്നേക്കാം. പക്ഷേ ഓരോരോ ശ്രമങ്ങളും ഈ പ്രതികളെ രക്ഷിക്കുവാനായിട്ട് നിരന്തരം ശ്രമിക്കുകയാണ്. ഇവിടുത്തെ കോടതിയിലും ഇവിടുത്തെ പോലീസിലും ഇവിടുത്തെ ഭരണകൂടത്തിലും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഓരോരോ ഗ്രാമങ്ങളിലും ഓരോരോ പാർട്ടി ഓഫീസുകളും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ പാർട്ടിക്ക് ഇനി രക്ഷയില്ല. പേര് മാറ്റി SDP എന്നാവുക, അല്ലെങ്കിൽ SFIയുടെ പേരിൽ SFIO എന്നുള്ള പേര് കൂടി കേൾക്കുകയാണ് ബുദ്ധി എന്ന് തോന്നുന്നു.